ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആ വിശദീകരണവുമായി ഇപ്പോൾ ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, ഇത് വളരെ ഉത്തരവാദിത്തത്തോടെ അവതരിപ്പിക്കപ്പെട്ട കണക്കാണ്. ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിശദീകരണം എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് SDRF ചട്ടങ്ങൾ കണക്കാക്കിയാണ്, അത് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ചെലവ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ഓഗസ്റ്റ് 9-നാണ് കേന്ദ്ര സമിതിയുമായി ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചെലവ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ SDMA നൽകുന്നത്. അത് 90 ദിവസത്തേക്ക് വരെ വയനാട് ഈ തെരച്ചിൽ, ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്രത്തോളം രൂപ ചെലവാകും എന്നുള്ള ആന്റിസിപ്പേറ്ററി കണക്ക്, മുൻകൂട്ടി തയ്യാറാക്കുന്ന കണക്കാണ് മെമ്മോറാണ്ടത്തിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ SDMA നൽകുന്നത്. മെമ്മോറാണ്ടം എപ്പോഴും കേന്ദ്രത്തിന് നൽകുന്നത് അപ്രകാരമാണെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 9-നാണ് കേന്ദ്ര സമിതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ ഘട്ടത്തിൽ വയനാട് ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്ന സമയമാണ്. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ അടക്കം 90 ദിവസത്തേക്ക് വരെ തുടരുകയാണെങ്കിൽ എത്രത്തോളം രൂപ ചെലവാകും, ആ ചെലവാണ് മെമ്മോറാണ്ടത്തിൽ കാണിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് SDMA നൽകുന്നത്. ഇത് SDRF ചട്ടങ്ങൾ പാലിച്ചാണെന്നും ഒപ്പം തന്നെ കേന്ദ്ര സമിതിയോടുകൂടി നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്നുള്ള വിശദീകരണം SDMA ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ഈ കണക്കുകൾ കാണിക്കുന്നത് അടിയന്തര സഹായം ലഭിക്കാൻ വേണ്ടിയാണെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടുകളുടെ നഷ്ടം, അതിൽ ഏറ്റവും പ്രധാനമായും ഉയരുന്നത് 1,30,000 രൂപ മാത്രമാണ് വീടുകൾക്ക് കണക്കാക്കിയത് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. അതും SDRF ചട്ടം അനുസരിച്ചെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 75,000 രൂപ ചെലവാക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് അതിന് ഭൂമി കുഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കണക്കുകൂട്ടിയാണ് എന്നുള്ളതും SDMA വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും SDRF ചട്ടങ്ങൾ അനുസരിച്ച് കേരളത്തിനാകെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവുകൾ അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കാനാകുക 219 കോടിയാണ്. എന്നാൽ 1,600 കോടി രൂപയുടെ അടുത്ത് നഷ്ടമുണ്ടെന്നും ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചെലവ് കണക്കുകൾ കാണിക്കുന്നത് എന്നുള്ളതുമാണ് SDMA ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം.